ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്ന 5 കിച്ചൺ ഐറ്റംസിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ കിച്ചണിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന 5 ഐറ്റംസ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹെൽത്തിനെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് റിഫൈൻഡ് ഓയിലാണ്. അതായത് റിഫൈൻഡ് ഓയിൽ ആസ് ഇറ്റ് ഈസ് നോട്ട് ഡാമേജിങ്, ബട്ട് അത് നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്നത് ആ ഒരു കാര്യമായിരിക്കും. ഇനി രണ്ടാമതായി വരുന്നത് സ്ക്രാച്ച്ഡ് നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ആണ്. അതായത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ സ്ക്രാച്ച് വീഴുമ്പോൾ ആ സംഭവം നമ്മുടെ ഫുഡിൽ മിക്സായി നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ്. മൂന്നാമതായി വരുന്നത് എക്സസ് വൈറ്റ് ഷുഗർ. വൈറ്റ് ഷുഗർ നമുക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ പാക്കേജ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാത്തിലും, അതായത് നമ്മുടെ കോൺഫ്ലേക്സ്, ചോക്കോസ്, അല്ലെങ്കിൽ ഏത് പാക്കേജ്ഡ് ഐറ്റം എടുത്താലും അതിൽ ഹിഡൻ ആയിട്ടുള്ള ആഡഡ് ഷുഗർ ഐറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് വാങ്ങുമ്പോഴും ന്യൂട്രിയൻസ് ലിസ്റ്റ് നോക്കി ബോധമോടെ, അതായത് അവയർനെസ്സോടെ വാങ്ങുക. ഷുഗർ ഇല്ലാത്ത ഹെൽത്തി ബിസ്ക്കറ്റ്സിൽ പോലും ആക്ച്വലി ഷുഗർ ഉണ്ട്. അടുത്തതായിട്ട് ഹോട്ട് ഫുഡ് പ്ലാസ്റ്റിക് ബോക്സസിൽ എടുത്തു വെക്കുന്നതാണ്, സ്റ്റോർ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ചൂടോടെ ഒരു ഭക്ഷണ പദാർത്ഥവും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യരുത്. സ്റ്റീൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ ബോക്സസിൽ വേണം അത് സ്റ്റോർ ചെയ്യാൻ. കാരണം ഈ പ്ലാസ്റ്റിക്കും ചൂടുള്ള ഭക്ഷണവും തമ്മിലുള്ള കോണ്ടാക്ട് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മുടെ ബോഡി, ആ ഫുഡിലേക്ക് ആദ്യം കലർന്നു ചേരുന്നത്. അതിനുശേഷം അത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലും കലരുന്നു. സോ മാക്സിമം മെറ്റൽ കുക്ക് വെയർസ് അല്ലെങ്കിൽ മെറ്റൽ ബോക്സസ് ഉപയോഗിക്കുക. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. അതായത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇപ്പോഴും നമ്മുടെ വീട്ടിന് ചുറ്റും, അതായത് ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ മിനറൽ വാട്ടർ ബോട്ടിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും കാണും. അതായത് നമ്മൾ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരൊറ്റ തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ആൻഡ് ത്രോ ബോട്ടിൽസ് ആണ് ഈ മിനറൽ വാട്ടർ ബോട്ടിൽസ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വീണ്ടും വീണ്ടും വെള്ളം നിറച്ച് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നു, അല്ലെങ്കിൽ യാത്ര പോകുന്നവർ അതാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ അവർ ഹെൽത്ത്. സോ അത്തരം ബോട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് കളഞ്ഞേക്കുക. മെറ്റൽ ബോട്ടിൽസ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ദാറ്റ് ആർ ആക്ച്വലി റീയൂസബിൾ ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ താഴെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അതാണ് ആക്ച്വലി അതിന്റെ റീയൂസിങ് ഇത്. സോ 1 എന്ന് കാണുകയാണെങ്കിൽ അത് ഒറ്റ തവണ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.